السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. نحمده ونصلي ونسلم على رسوله الكريم. أما بعد. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അൽഹംദുലില്ലാഹ്, അല്ലാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് മാത്രം നമ്മൾ ഓരോരുത്തരും പരിശുദ്ധമായ റമളാനിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അള്ളാഹുവിന് നമ്മൾ ഒരുപാട് ശുക്ർ ചെയ്യണം, നന്ദി പറയണം. നമുക്കറിയുന്ന പലരും തന്നെ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന റമളാനിൽ ഇന്ന് നമ്മോടൊപ്പമില്ല. അള്ളാഹു അവരുടെയൊക്കെ ഖബറിടങ്ങളെ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. റമളാൻ പരിപൂർണമായി പ്രയോജനപ്പെടുത്താനും റമളാനിൽ അള്ളാഹുവിന് തൃപ്തിയുള്ള അമലുകൾ ചെയ്യാനും അതിലൂടെ അള്ളാഹുവുമായി അടുക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്ത് എമ്പാടുമുള്ള മുസ്ലിങ്ങൾ നമ്മെപ്പോലെ തന്നെ റമളാനിലേക്ക് പ്രവേശിക്കുകയും ഇന്നലെ മുതൽ അല്ലെങ്കിൽ മിനിഞ്ഞാന്ന് മുതൽ നമ്മൾ ചെയ്യുന്ന അമലുകളൊക്കെ ചെയ്യുന്നുണ്ട്, നോമ്പ് അനുഷ്ഠിക്കുന്നുണ്ട്, അതുപോലെ തന്നെ രാത്രി നമസ്കാരം നിർവഹിക്കുന്നുണ്ട്, ജമാഅത്തുകളിൽ പങ്കെടുക്കുകയും സുന്നത്ത് നമസ്കാരങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്. എങ്കിലും അള്ളാഹുവിൻ്റെ അടുക്കൽ നമ്മൾ ഇത്രയും ആളുകൾ ചെയ്യുന്ന അമലുകൾ ഒരിക്കലും സമമാവുകയില്ല. നമ്മുടെയൊക്കെ നിയ്യത്തിൻ്റെ ഇഖ്ലാസിനനുസരിച്ചും അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് എത്രത്തോളം പ്രതിഫലം കിട്ടണമെന്ന് ഇഹ്തിസാബോടുകൂടി അമൽ ചെയ്യണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇവരിലൊക്കെ ഏറ്റവും മുൻപന്തിയിലെത്താൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു തആല റമളാനിനെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് സൂറത്തുൽ ബഖറയിലാണ്. പരിശുദ്ധ ഖുർആനിൽ ഒരു പ്രാവശ്യം മാത്രമാണ് റമദാൻ എന്നുള്ള പദം അല്ലാഹു തആല ഉപയോഗിച്ചത്. അത് നമ്മളെല്ലാവരും കേട്ട് പരിചയിച്ച ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആനു ഹുദൽ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ എന്നുള്ള ആയത്താണ്. അല്ലാഹു തആല ആ റമദാൻ എന്നുള്ള മാസത്തെ പരിചയപ്പെടുത്തുമ്പോഴും ഫമൻ ഷഹിദ മിൻകുമുശ് ശഹ്റ ഫൽയസും, നിങ്ങളിൽ ആരെങ്കിലും ആ മാസത്തിന് സാക്ഷികളായാൽ ആ മാസത്തിലെ നോമ്പനുഷ്ഠിക്കണമെന്ന് അള്ളാഹു അതിനെ നിർബന്ധമാക്കുമ്പോഴും അതിനെ പരിചയപ്പെടുത്താൻ വേണ്ടി അള്ളാഹു പറഞ്ഞത് ഉൻസില ഫീഹിൽ ഖുർആൻ. ആ മാസത്തിന്റെ പ്രത്യേകതയായി അള്ളാഹു പറഞ്ഞത് അത് ഖുർആൻ ഇറങ്ങിയ മാസമെന്നാണ്. അതുപോലെ തന്നെ റമളാൻ എന്ന് നമ്മൾ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ അതിനെപ്പറ്റി ആലോചിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഒരുപാട് അമലുകൾ കടന്നു വരും. നോമ്പ് അനുഷ്ഠിക്കുന്നത്, അതുപോലെ തന്നെ രാത്രി നമസ്കാരം നിർവഹിക്കുന്നത്, അതിൽപ്പെട്ട ഒന്നാണ് അവസാനത്തെ 10 ദിവസങ്ങളിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ലൈലത്തുൽ ഖദർ. ആ ലൈലത്തുൽ ഖദറിനെ അള്ളാഹു പരിചയപ്പെടുത്തിയപ്പോഴും അത് പരിശുദ്ധമായ ഖുർആനിനെ ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് അള്ളാഹു തആല പറഞ്ഞത് ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ. ലൈലത്തുൽ ഖദറിന്റെ ആ രാത്രിയിലാണ് അള്ളാഹു തആല പരിശുദ്ധമായ ഖുർആൻ ഇറക്കിയത് എന്ന് പറഞ്ഞു. ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, ഖുർആൻ റമളാനിൽ ഇല്ലായിരുന്നുവെങ്കിൽ റമളാനിന് ഇത്രത്തോളം ശ്രേഷ്ഠത ലഭിക്കില്ലായിരുന്നു എന്ന് ഇമാമമാർ പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ പരിശുദ്ധമായ റമളാനിന്റെ പാരായണവും പഠനവുമൊക്കെ നമ്മുടെ ആദ്യത്തെ ലക്ഷ്യങ്ങളിൽപ്പെട്ട ഒന്നായിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ റമളാനാകുമ്പോൾ ഖുർആൻ ഓതുന്നതും പഠിക്കുന്നതുമൊക്കെ അതല്ലാത്ത മാസങ്ങളിലേക്കാളും കൂടുതലായി അനുഷ്ഠിക്കുമായിരുന്നു എന്ന് നമുക്ക് ഹദീസുകളിൽ കാണുവാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അജ്വദൻ നാസ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ അദ്ദേഹം പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനങ്ങളിൽ വെച്ച് ഏറ്റവും ഉദാരവാനായ ആളായിരുന്നു. വകാന അജ്വദ മാ യകൂനു ഫി റമദാൻ. നബി തങ്ങൾ ഏറ്റവും കൂടുതൽ ഉദാരത കാണിച്ചിരുന്നത് പരിശുദ്ധമായ റമളാനിലായിരുന്നു. ഹീന യൽഖാഹു ജിബ്രീൽ. ആ റമളാനിന്റെ പ്രത്യേകത,
ജിബ്രീൽ അലൈഹിസ്സലാം നബി തങ്ങളെ കണ്ടുമുട്ടുമായിരുന്നു. വകാന യൽഖാഹു ഫീ കുല്ലി ലൈലത്തിൻ മിൻ റമളാൻ, നബി തങ്ങളെ എല്ലാ രാത്രികളിലും വന്ന് ജിബ്രീൽ അലൈഹിസ്സലാം കാണുമായിരുന്നു. ഫയുദാരിസുഹുൽ ഖുർആൻ, ആ കാണാൻ വരുന്നത് നബി തങ്ങളുടെ പരിശുദ്ധമായ ഖുർആൻ പരസ്പരം ഓതി കേൾപ്പിക്കുവാനും അതിനെക്കുറിച്ച് പഠിക്കുവാനുമായിരുന്നു എന്ന് ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഹുദൈഫത്ത് ബിനുൽ യമാൻ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അന്നഹു സല്ല ഖൽഫൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ലൈലത്തിൻ മിൻ റമളാൻ, ഒരിക്കൽ റമളാനിലെ ഒരു രാത്രിയിൽ അദ്ദേഹം നബി തങ്ങളുടെ പിറകിൽ നിന്ന് രാത്രിയിൽ നമസ്കരിക്കുകയുണ്ടായി. ഫഖറഅ മിനൽ ബഖറത്തി ഇലൻ നിസാഇ ഫീ റക്അത്തിൻ വാഹിദ, ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു റക്അത്തിൽ പാരായണം ചെയ്തത് സൂറത്തുൽ ബഖറയുടെ ആദ്യം മുതൽ സൂറത്തുൻ നിസാ മുഴുവനായും, അഥവാ 5 ജുസ്, ഏകദേശം 100 ചില്ലാനം പേജ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുർആനിന്റെ 1/6 ഭാഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പാരായണം ചെയ്യുകയുണ്ടായി എന്ന് ഹുദൈഫത്ത് ബിനുൽ യമാൻ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാതൃക എടുത്തു നോക്കിയാലും അതിനുശേഷം സഹാബാക്കളുടെയും സലഫുസ് സാലിഹുകളുടെയും ഒക്കെ മാതൃക എടുത്തു നോക്കിയാൽ പരിശുദ്ധമായ ഖുർആനിനെ അവരിത്രത്തോളം അതിനുവേണ്ടി റമളാനിൽ ചെലവഴിക്കാറുണ്ടായിരുന്ന സമയം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും ഈ റമളാനിൽ കൂടുതലായി ഖുർആനുമായി സമയം ചെലവഴിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ചെയ്യുന്ന എല്ലാ അമലുകളെയും അല്ലാഹു പരിപൂർണമായി നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. വആഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.